നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന 4 സ്റ്റേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് ബീറ്റ സ്റ്റേറ്റ്. ബീറ്റ സ്റ്റേറ്റിൽ നമ്മുടെ ബ്രെയിൻ വേവിൻ്റെ ഫ്രീക്വൻസി ഹൈ ലെവലിലായിരിക്കും. നമ്മൾ കോൺഷ്യസ് മൈൻഡ് ഹൈലി ആക്ടിവേറ്റ് ആയി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് ബീറ്റ സ്റ്റേറ്റ്. ഞാൻ ഇപ്പോഴും സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ്, നമ്മൾ ഉണർന്നിരിക്കുന്ന സ്റ്റേറ്റ്. ഇവിടെ നിന്നും നമ്മുടെ ബ്രെയിൻ വേവിൻ്റെ ഫ്രീക്വൻസി താഴോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. അതിനെയാണ് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൽഫ സ്റ്റേറ്റിൽ നമ്മുടെ കോൺഷ്യസ് അലേർട്ടും സബ് കോൺഷ്യസ് അലേർട്ടും സെയിം ലെവലിൽ നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു പാതി മയക്കം എന്നൊക്കെ പറയാം അല്ലേ. നമ്മൾ ഉറങ്ങുന്നതിന് ജസ്റ്റ് മുന്നേ ഉള്ള ഒരു സമയം. ഇവിടെ നിന്നും വീണ്ടും നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസി താഴോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനെയാണ് തീറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുകയാണ്, സബ് കോൺഷ്യസ് മൈൻഡ് 100% അലേർട്ട്നെസ് ഏറ്റെടുക്കുക. ക്രിയേറ്റിവിറ്റി പോലെയുള്ള സബ് കോൺഷ്യസ് ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലായിട്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഈ ഒരു തീറ്റ സ്റ്റേറ്റ്. ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും നമ്മുടെ ബ്രെയിൻ വേവിന്റെ ഫ്രീക്വൻസി താഴോട്ട് വരികയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനാണ് ഡെൽറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ ബോഡിയുടെ റിപ്പയറിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഈ ഒരു ഡെൽറ്റ സ്റ്റേറ്റ്. ഡീപ്പ് സ്ലീപ്പ് നല്ലപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ആ സമയത്ത് നമ്മുടെ ബോഡി മാക്സിമം ബോഡിയുടെ റിക്കവറി നടത്തിയിട്ടുണ്ടാകും. നമ്മുടെ ബ്രെയിൻ വേവിലുള്ള ഫ്രീക്വൻസി മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ മെന്റൽ സ്റ്റേറ്റിലും ഇതുപോലെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്.